എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഗോകുവിനെയും ആ മൊട്ടപ്പനെയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ പുതിയൊരു മിഷൻ ഏറ്റെടുത്ത് അങ്ങനെ ആ നിംബസിന്റെ മുകളിൽ കയറി ട്രാവൽ ചെയ്യുകയാണ്. ഗോകുവിന് അവനിപ്പോ പുതുതായിട്ട് കിട്ടിയ കൂട്ടുകാരനാണ് മൊട്ടപ്പൻ. അവർ രണ്ടുപേരും ഇപ്പൊ കാഷ്വലായിട്ട് സംസാരിച്ച് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അവർക്കിടയിലുള്ള വഴക്ക് അതൊക്കെ അവരിപ്പോ മാറ്റിവെക്കും. അവരുടെ ഫസ്റ്റ് മിഷൻ അത് മറ്റൊന്നുമല്ല, അവരുടെ മാസ്റ്ററിന് വേണ്ടി ക്യൂട്ടായിട്ടുള്ള ചുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തുക എന്നതാണ്. സോ അവരാണെങ്കിൽ ആ ഒരു ഗ്രാമം മുഴുവൻ കയറി ഇറങ്ങി അന്വേഷിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോ ഗോകുവിനോട് പറയും, ഗോകു പ്ലീസ് ഇതിന്റെ സ്പീഡ് അതൊരല്പം കുറയ്ക്കേ, നീ മുകളിലേക്ക് ഇനിയും ഫ്ലൈ ചെയ്യരുത്, പേടി കൂടുകയാണ്, ചിലപ്പോൾ ഞാൻ താഴെ പോവും. അതിന് ഗോകു പറയും, നീ ബാഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ താഴെ പോവൂ, ഇല്ലെങ്കിൽ നീ ഒരിക്കലും താഴെ പോവില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഒക്കെ പറഞ്ഞ് കാര്യമായിട്ട് ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കും. ഗോകു ആണെങ്കിൽ ദൂരത്തായിട്ട് ഒരാളെ കാണും. മൊട്ടപ്പ, ആ കാണുന്ന പെൺകുട്ടി അവൾ സുന്ദരിയാണോ? മാസ്റ്ററിന് അവളെ ഇഷ്ടാവാൻ ചോദിക്കും. മൊട്ടപ്പനാണെങ്കിൽ താഴോട്ട് നോക്കും, അതൊരു പെണ്ണല്ല ആണാണ്. മൊട്ടപ്പനാണെങ്കിൽ വണ്ടടിക്കും, ഓ നോ, ഗോകു കരുതും പോലെ അതൊരു പെണ്ണല്ല ആണാണ്. ഗോകുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, അതൊരാണാണെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? അത് കണ്ടാൽ അറിയാം അതൊരാണാണെന്ന്. സത്യത്തിൽ നീ എന്നെ കളിയാക്കിയതാണോ എന്ന് ഇപ്പൊ മൊട്ടപ്പൻ ചോദിക്കും. അതിന് ഗോകു പറയും, അല്ല, എനിക്ക് നോക്കിയ ഒരാളെ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ കഴിയില്ല, അവരെ തൊട്ട് നോക്കണം, എങ്കിലും മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ വീണ്ടും മുൻപോട്ടേക്ക് പോകും. കട്ട് ചെയ്താ ഇപ്പൊ ഒരു ബാർ കാണിക്കും. അവിടെ ഒരുപാട് പേര് ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുകയാണ്. രണ്ടുപേര് അന്നൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വാണ്ടഡ് പോസ്റ്ററിലേക്ക് നോക്കും. അപ്പോൾ ഒരു ലേഡിയുടെ വാണ്ടഡ് പോസ്റ്റർ കാണിക്കും. അവൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അടുത്ത നിമിഷം ഡോറൊക്കെ തല്ലി തുറന്ന് വാണ്ടഡ് പോസ്റ്ററിലുള്ള ലേഡി അവിടേക്ക് വരും. അതിനുശേഷം അവൾ കാഷ്വലായിട്ട് ഒരു തൊപ്പിക്കാരനുമായിട്ട് സംസാരിക്കുകയാണ്. അടുത്ത നിമിഷം ആ വാണ്ടഡ് പോസ്റ്ററുള്ള പെണ്ണ് അവൾ അവിടേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് തകർക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗോകുവും മൊട്ടപ്പനും ഇവരാണെങ്കിൽ ഒരു പെണ്ണിനെ തേടിയുള്ള ഒരുപാട് നേരത്തെ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ അല്പം റെസ്റ്റ് എടുക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ നൈസായിട്ട് യൂറിൻ പാസ് ചെയ്യും. ഗോകു ആണെങ്കിൽ അതൊന്ന് ഒളിഞ്ഞു നോക്കും. മുട്ടപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഗോകു നീ എന്താ ചെയ്യണേ, മാറി നിൽക്ക്. അതിന് ഗോകു പറയും, നീ പറഞ്ഞത് സത്യമാണ്, നീ ഒരു ആൺകുട്ടിയാണ്. ഇത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. പിന്നീട് വീണ്ടും അവര് ക്ലൗഡ് എടുത്ത് അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു വാണ്ടഡ് പെണ്ണ് അവളൊരു ബുള്ളറ്റില് മൗണ്ടൈന്റെ മുകളിൽ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അപ്പൊ ദൂരത്തു നിന്നായിട്ട് റെയിൽവേ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ അങ്ങനെ ചേറിപ്പാഞ്ഞ് വരികയാണ്. അത് ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ അവൾ ആ ബൈക്ക് അത് താഴേക്ക് നല്ല ഫോഴ്സിൽ ജമ്പ് ചെയ്യിക്കും. പിന്നീട് ആ ട്രെയിൻ വരുന്ന ട്രാക്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അങ്ങനെ ഹായായിട്ട് നിൽക്കുകയാണ്. ട്രെയിൻ ആണെങ്കിൽ ഫുൾ സ്പീഡിൽ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ വാണ്ടഡ് പെണ്ണാണെങ്കിൽ വലിയൊരു റോക്കറ്റ് ലോഞ്ചർ അത് ആ ഗണ്ണിന് നേരെ പോയിന്റ് ചെയ്ത് ഗണ്ണിനെ ഷൂട്ട് ചെയ്യും. ആ ട്രെയിനിനെ ഷൂട്ട് ചെയ്യാണ്. ട്രെയിൻ ആണെങ്കിൽ ട്രാക്ക് തെറ്റി ഇപ്പോൾ സൈഡിലേക്ക് മറിഞ്ഞു വീഴും. അതിനുശേഷം അവൾ ആ ട്രെയിനിന്റെ അകത്തേക്ക് പോയി എന്തോ ഒന്ന് കളക്ട് ചെയ്ത് ചാടി വരികയാണ്. അപ്പാപ്പനാണെങ്കിൽ നിലവിളിച്ചു പറയും, അവളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി, ഇതവൾ തന്നെയാണെന്ന് പറഞ്ഞ് ആളങ്ങനെ ദേഷ്യപ്പെടും. അവളാണെങ്കിൽ ബുള്ളറ്റ് കയറി സ്പീഡിൽ അങ്ങനെ റൈഡ് ചെയ്ത് പോവാണ്. മറ്റൊരു ഭാഗത്ത് ഗോകുവും മൊട്ടപ്പയ്യനും അവർ രണ്ടുപേരും കുട്ടികളെ അന്വേഷിച്ച് മരുഭൂമിയിലൂടെ കടന്നു വരികയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, നീ ഈ മരുഭൂമിയിൽ വെറുതെ അലഞ്ഞു നടന്നിട്ട് യാതൊരു കാര്യമില്ല, ഇവിടെ അവൻ ആവശ്യമായിട്ടുള്ള പെൺകുട്ടികളൊന്നും തന്നെ ഉണ്ടാവില്ല. അതിന് ഗോകു ചോദിക്കും, എന്തിനായിരിക്കും അപ്പാപ്പന് ഇത്രയും പെൺകുട്ടികൾ ആവശ്യം? അതിന് മൊട്ടപ്പം പറയും, നിനക്ക് ഒരുപാട് ഫുഡുകൾ ഒത്തിരി ഇഷ്ടമല്ലേ, നിനക്ക് ഫുഡിനോട് ആക്രാന്തം ഉള്ളതുപോലെ അദ്ദേഹത്തിനോട് ഗേൾസിനാണ് ആക്രാന്തം. സോ അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ രണ്ടുപേരെയും അദ്ദേഹം ശിഷ്യന്മാരായിട്ട് ഏറ്റെടുക്കൂ. ഉടനെ ഗോകു ഓക്കെ പറഞ്ഞ് അവൻ കുറെ കൂടെ സ്പീഡിൽ മുൻപോട്ടേക്ക് പോകും. അപ്പൊ ദൂരത്തായിട്ട് ആ വില്ലത്തി പെണ്ണ് അവളാണെങ്കിൽ എന്തോ ഒന്ന് നേടിയെടുത്ത സന്തോഷത്തിൽ കുതിച്ചു പായാണ്. അവളുടെ തൊട്ടു പുറകെ പോലീസ് വാഹനങ്ങൾ അവിടേക്ക് വന്ന് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവളാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് അതിലൊരു വണ്ടിക്ക് നേരെ വലിച്ചെറിയും. ആ ബ്ലാസ്റ്റിൽ ഒരു പോലീസ് വണ്ടി പൊട്ടി തകർന്നു പോകും. പക്ഷെ മറ്റൊന്ന് അത് നിർത്താതെ അവളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആ വാണ്ടഡ് പെണ്ണ് അവളാണെങ്കിൽ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് കറങ്ങി അടിച്ച് ഇപ്പൊ മറ്റൊരു പാത്തിലേക്ക് വരും. പോലീസ് ആണെങ്കിൽ അവളെ വിടാതെ ഫോളോ ചെയ്യുന്ന കണ്ട അവൾ ഗണ്ണെടുത്ത് പോയിന്റ് ചെയ്യും. അപ്പോഴായിരിക്കും അവൾക്ക് തുമ്മാനായിട്ട് വരിക. തുമ്മണ്ട താമസം അവൾ കൺട്രോൾ തെറ്റി നിലത്തേക്ക് അടിച്ചു വീഴും. നിലത്ത് വീണ് അവളാണെങ്കിൽ ഹെൽപ്പ് മീ എന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഇപ്പൊ ആ ഭാഗത്തേക്ക് വരും. ഇവിടെ ആ വാണ്ടഡ് പെണ്ണിനെ പോലീസുകാർ ഗണ്ണൊക്കെ ഉപയോഗിച്ച് റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അവളാണെങ്കിൽ ഇപ്പൊ അവിടെ പെട്ട് നിൽക്കുകയാണ്. ആ പോലീസുകാരാണെങ്കിൽ ഹാൻഡ് കഫ് എടുത്ത് കാണിച്ചു കൊടുക്കും, നീ ഒരു വലിയ ക്രിമിനലാണ്, ഇതിനോടകം നീ ഒരുപാട് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞു, നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിന് അവളാണെങ്കിൽ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് സത്യത്തിൽ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ വിളിച്ച് കൂവിക്കൊണ്ടേയിരിക്കുകയാണ്. അവളുടെ ശബ്ദം കേട്ട് നമ്മുടെ ആൾക്കാർ അവിടേക്ക് എത്തും. അവരവിടേക്ക് നോക്കും. ഹാൻഡ് കഫുമായിട്ട്
അവളെ രണ്ടുപേര് വളഞ്ഞിരിക്കുകയാണ്. അവർ പരസ്പരം പറയും അവളെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്, നമുക്ക് എത്രയും വേഗം അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ ക്ലൗഡിൽ അവളുടെ അടുത്തേക്ക് പോകും. ഗോക്കു ആണെങ്കിൽ ചാടി വന്ന് അവിടേക്ക് ലാൻഡ് ചെയ്യാണ്. മൊട്ടപ്പനാണെങ്കിൽ ആ രണ്ട് ഓഫീസേഴ്സിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ പോലീസ് ഓഫീസേഴ്സ് ആണെന്ന്. മൊട്ടപ്പനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ പോലീസ് ഓഫീസേഴ്സ് അല്ലേ, എനിക്ക് നിങ്ങളോട് ഒരുപാട് ബഹുമാനമാണ്. ഈ ഗോക്കുവിനാണ് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുള്ളതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു പാറയ്ക്ക് പുറകിൽ പോയി ഒളിച്ചു നിൽക്കും. ആ സമയം ഒരു പോലീസുകാരനാണെങ്കിൽ ഗോക്കുവിന് നേരെ ഗൺ പോയിന്റ് ചെയ്യും. ഒരു ചെറിയ കുട്ടിയാണ്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അതിന് ഗോക്കു പറയും, ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ആ പെൺകുട്ടിയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഉടനെ പോലീസ് ഓഫീസറാണെങ്കിൽ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഗോക്കു ചാടി വന്ന് ആളെ ചവിട്ടി തെറിപ്പിക്കും. അതിനുശേഷം രണ്ടാമത്തെ പോലീസുകാരന്റെ മുഖത്തും ഒരു പഞ്ച് കൊടുക്കും. 2 സെക്കൻഡ്സ് കൊണ്ട് നോക്കു അവരെ രണ്ടുപേരെ ഈസി ആയിട്ട് നോക്കൗട്ട് ചെയ്യാണ്. വാവ്, ഇത് ശരിക്കും വളരെ ഈസിയാണ്, എനിക്ക് യാതൊരു കഷ്ടപ്പാടും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് മൊട്ടപ്പനാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട് സന്തോഷത്തിൽ അവിടേക്ക് വരും. ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പനോട് ചോദിക്കും, ഈ പെൺകുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇവളെ നമ്മുടെ മാസ്റ്ററിന് ഇഷ്ടപ്പെടുവോ? അതിന് മൊട്ടപ്പനാണെങ്കിൽ അവളെ അട്ടിമുടിയോ നോക്കും. വാവ്, ഇവള് ശരിക്കും സുന്ദരിയാണ്. വാണ്ടഡ് പെണ്ണാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്, കറക്റ്റ് സമയം നിങ്ങൾ വന്നതുകൊണ്ടാണ് എന്നെ സേവ് ചെയ്യാൻ കഴിഞ്ഞത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ അവളെയും കൂട്ടിക്കൊണ്ട് ഫ്ലൈ ചെയ്ത് പോവാണ്. ആ പെണ്ണ് ചോദിക്കും, നമ്മളിപ്പോ എവിടേക്കാ പോണേ? അതിനവർ പറയും, ഞങ്ങളുടെ മാസ്റ്റർ ടർട്ടിൽ ഹെർമിറ്റിന്റെ അടുത്തേക്ക്, അദ്ദേഹം കടലിന് നടുവിലുള്ള ഒരു ദ്വീപിലാണ് ജീവിക്കുന്നത്, അവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞ് അവർ ഞൊടിയിടയിൽ അവിടെ ഒന്ന് ലാൻഡ് ചെയ്യുകയാണ്. നോക്കുവാണെങ്കിൽ ഡോർ നോക്കുകയും, മാസ്റ്ററിന് വേണ്ടി ഞങ്ങളിതാ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ്, പക്ഷേ അകത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല. മൊട്ടപ്പയ്യനാണെങ്കിൽ നൈസായിട്ട് ഇപ്പൊ ഗോക്കുവിനോട് പറയും, ഒരുപക്ഷെ മാസ്റ്റർ ബാത്റൂമിലായിരിക്കും. ഗോക്കു ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, ഞാൻ മാസ്റ്ററുമായിട്ട് ഇപ്പൊ തിരികെ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും. ആ വാണ്ടഡ് പെണ്ണാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ? അതിന് മൊട്ടപ്പൻ പറയും, സത്യത്തിൽ എന്തിനാണെന്ന് ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങൾക്കൊരു മാസ്റ്റർ ഉണ്ട്, ആളൊരു അല്പ ഏജ്ഡാണ്, പക്ഷെ നല്ല സ്വഭാവമാണ്, അദ്ദേഹത്തിന് മിണ്ടിയും പറഞ്ഞുരിക്കാൻ ഒരാളെ വേണം, അതിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഉടനെ അവളാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കിനി ഇവിടെ സമാധാനമായിട്ട് കഴിയാം, പഴയതുപോലെ എവിടെയും പോയി ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഡോർ നോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മാസ്റ്റർ പുറത്തേക്ക് വായോ, മാസ്റ്ററിന് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേട്ട് മാസ്റ്റർ ആണെങ്കിൽ ഡോർ തുറന്ന് പതിവ് പുറത്തേക്ക് വരും. ഇവിടെ മുട്ടപ്പനാണെങ്കിൽ അവളോട് ചോദിക്കും, നിന്നെ എന്തിനാ പോലീസുകാർ റൗണ്ട് ചെയ്തേ? അതിനവൾ പറയും, ഞാനൊരു ട്രെയിന് അത് ഹൈജാക്ക് ചെയ്ത് അതിനകത്തുണ്ടായിരുന്ന പണം അത് മോഷ്ടിച്ചു, സത്യത്തിൽ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ തുമ്മിയാൽ അത് വളരെ ആപത്താണെന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ മാസ്റ്റർ ആളാണെങ്കിൽ ആ പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ അങ്ങനെ മയങ്ങി ഒരു ശബ്ദം ഉണ്ടാക്കുകയാണ്. അവളാണെങ്കിൽ മാസ്റ്ററുടെ ശബ്ദം കേട്ട് ഒന്ന് പേടിക്കും. മാസ്റ്ററിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആളാണെങ്കിൽ ഗോക്കുവിനോട് പറയും, വാവ്, നിങ്ങളുടെ രണ്ടുപേരുടെ സെലക്ഷൻ ഉഗ്രൻ, എനിക്കിവളെ ഒരുപാട് ഇഷ്ടമായി. അപ്പാപ്പനാണെങ്കിൽ ഗോക്കുവിനോടും മൊട്ടപ്പനോടും പറയും, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എൻ്റെ ശിഷ്യന്മാരായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് കേട്ട് അവർ ഭയങ്കര ഹാപ്പി. അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ ആളെ ആ പെൺകുട്ടിയുടെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, എൻ്റെ പേര് ടർട്ടിൽ ഹെർമിറ്റ്, ഇത് എൻ്റെ സ്ഥലമാണ്. അതിനവള് പറയും, നിങ്ങളുടെ കൊച്ചുമക്കള് ഒരു രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ സേഫ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. ആളാണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, ഞാനാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തത്, അവർ ഭയങ്കര പവർഫുള്ളാണ്, പിന്നെ ഈ കരുതും പോലെ അവരെൻ്റെ കൊച്ചുമക്കളൊന്നും അല്ല, എൻ്റെ അനിയന്മാരാണ്. അത് കേട്ട് അവർ രണ്ടുപേരും അടിച്ചു വീഴും. ആ പെണ്ണാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. അപ്പാപ്പൻ പറയും, അവര് എൻ്റെ ശിഷ്യന്മാരാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്, അതിനു മുൻപ് എനിക്ക് നീയുമായിട്ട് അല്പം ഒന്ന് വാക്കിന് പോകണം, ഈ ഒരു ഐലാൻഡ് മുഴുവനായിട്ട് ഞാൻ നിനക്ക് ചുറ്റി കാണിച്ചു തരാം, ഇവിടെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയും. അതിനവളും ഓക്കെ പറയുകയാണ്. അപ്പാപ്പനാണെങ്കിൽ അവളോട് പറയും, നിനക്ക് എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആയോധന കലകൾ പഠിക്കാം, അത് നിന്നെ ശരിക്കും പവർഫുൾ ആക്കി മാറ്റും. മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് അവളോട് പറയും, ഒരുപാട് പേര് കൊതിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാവാനായിട്ട്, നിനക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിന്നെ തേടി എത്തിയിരിക്കുകയാണ്, സോ ഒരു കാരണവശാലും ഇത് വിട്ടുകളയാൻ പാടില്ല. അതിനവളും ഇപ്പോൾ ഓക്കെ പറയും. മാസ്റ്റർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആള് അവർക്ക് 3 പേർക്ക് ഇടാനായിട്ട് യൂണിഫോം കൊടുക്കും. അവളാണെങ്കിൽ അകത്തേക്ക് പോയി ആ യൂണിഫോം ഇട്ട് ചുന്ദരിയായി പുറത്തേക്ക് വരികയാണ്. മാസ്റ്ററിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. ആളാണെങ്കിൽ അവളുടെ സൗന്ദര്യം അത് ആസ്വദിച്ച് നിൽക്കും. ആ സമയം ഒരു ഈച്ച അവളുടെ മൂക്കിലൂടെ കടന്നു പോകും. അവള് ആഞ്ഞു തുമ്മും. ഞൊട്ടിയിടയിൽ അവളങ്ങനെ ടെററായി മാറി കയ്യിലൊരു തോക്കെടുത്ത് നമ്മുടെ ആൾക്കാരെ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. അതിനിടയിൽ വീണ്ടും ആ ഈച്ച കടന്നുപോയി അവൾ ആഞ്ഞു തുമ്മി നോർമലാവും. ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് സോറി പറയാണ്, ഐ എം റിയലി സോറി, സത്യത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്തത്, ഇതെല്ലാം ചെയ്തത് എൻ്റെ ഉള്ളിൽ ഒരു ബാഡ് ആയിട്ടുള്ള വുമണുണ്ട്, ഞാൻ തുമ്മിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും, അതിന് ബോയ്സിന് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഒരു 3 പേര് ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.